ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് സാംസങ്ങിന്റെ ഒരു CRT കിറ്റാണ്. സെറ്റിന് സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഇല്ല എന്നാണ് നമ്മുടെ കംപ്ലൈന്റ്. ഞാൻ സെറ്റ് ഓൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, സീരിയലിൽ കൊടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ നമുക്കിത് എന്താ കംപ്ലൈന്റ് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ സാധാരണ നമുക്ക് കണ്ടുവരുന്ന നമ്മുടെ എച്ച് ഷോട്ടിംഗ് ആണെങ്കിൽ ഇത് സംഭവിക്കും. അപ്പോൾ നമുക്ക് എച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എച്ച് നമുക്ക് ഷോട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എച്ച് ഒന്ന് ഇളക്കിയെടുത്ത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ എച്ച് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. J6910 നമുക്ക് എച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ മീറ്റർ കണ്ടിന്യൂറ്റി മോഡിലാണ്. ഓക്കെ, നമ്മുടെ എച്ച് ഓക്കെ ആണ്. നമ്മുടെ ബോർഡിൽ നമുക്ക് ഇപ്പോഴും ഷോട്ടിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ B+ ലൈനിൽ തന്നെ നമുക്ക് ഷോട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പം B+ ലൈനിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡയോഡാണ്, ഔട്ട്പുട്ട് ഡയോഡ്. അപ്പോൾ നമ്മുടെ B+ ഡയോഡ് നമുക്ക് ഷോട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ B+ ലൈനിൽ നിന്നുള്ള LOTയുടെ കണക്ഷൻ, ഇതൊരു ജമ്പറാണ്. ഈ ജമ്പർ നമ്മൾ ഓപ്പൺ ചെയ്ത് LOTക്കുള്ള കണക്ഷൻ ഒഴിവാക്കി നമുക്ക് നമ്മുടെ ഷോട്ടിങ് ഈ B+ ആയിട്ട് ഇപ്പുറത്ത് മാറുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ജമ്പർ ഒന്ന് ഓപ്പൺ ചെയ്ത് വിടാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ 2 ജമ്പർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ B+ൽ ഇപ്പം നമുക്ക് ഗ്രൗണ്ടുമായിട്ട് ഷോട്ടിംഗ് ഇല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ LOTയുടെ പോയിന്റുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഒരു 2.2 ohmsന്റെ ഷോട്ടിംഗ് ആണുള്ളത്. അപ്പം നമ്മുടെ ഈ LOTയുടെ സൈഡിലാണ് ഷോട്ടിംഗ്. ഒന്ന് LOT ആവാം ഷോട്ടിങ്, അതല്ലെങ്കിൽ വേറെ എന്താ ഷോട്ടിംഗ് എന്ന് നമുക്ക് നോക്കാം. ഈ കളക്ടർ പോയിന്റിൽ നമുക്കൊരു കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. അവിടെ ഷോട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് അത് ഇളക്കി നമ്മൾ നോക്കണം, പൊട്ടിയിരിപ്പുണ്ടോ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇളക്കി നോക്കണം, പൊട്ടിയിട്ടൊന്നും ഇല്ലെങ്കിലും. അങ്ങനെ ഷോട്ടിങ് വരാറുണ്ടത്. ഈ ഒരു കപ്പാസിറ്റർ അത് ഞാൻ ഇതാണത്, ഈ നീല കപ്പാസിറ്റർ. അത് നമുക്കൊന്ന് ഇളക്കി ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് LOT ഒക്കെ സംശയിക്കാൻ പോവാൻ. ആ കപ്പാസിറ്റർ നമുക്ക് ഇനി ഇളക്കിയെടുക്കാം. കപ്പാസിറ്റർ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 471 2kV ആണ് കപ്പാസിറ്റർ. ഇത് നമുക്ക് ഷോട്ടിംഗ് ആണ്. അത് നമ്മൾ ഇളക്കി മാറ്റിയപ്പോൾ നമ്മുടെ B+ ലൈനിലെ ഷോട്ടിങ് മാറിയിട്ടുണ്ട്. B+ന്ന് LOTയിലേക്കുള്ള നമ്മൾ ഓപ്പൺ ചെയ്ത ജമ്പർ ഞാൻ തിരിച്ച് സോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അന്നേരം വിട്ടുപോയി. സോൾഡർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് പുതിയൊരു കപ്പാസിറ്റർ കയറ്റിയിടാം. അപ്പോൾ നമ്മളത് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ചെയ്യാൻ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്, കത്തുന്നുണ്ട്. നമുക്ക് ഓസിലേഷൻ നടക്കുന്നുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പോൾ കുറവായിരിക്കും, യോക്ക് ഇല്ലാത്തതുകൊണ്ട്. എന്നാലും ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഞാൻ 180 ലൈനാണ് ഉദ്ദേശിച്ചത്. ചെക്ക് ചെയ്ത് കാണിക്കാം. അതിൽ നമ്മുടെ വോൾട്ടേജ് ഇപ്പോൾ യോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ വോൾട്ടേജ് കുറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ EHT ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ TV ഓക്കെ ആയിട്ട് ഉണ്ട്. ഇപ്പം ഞാൻ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് മെഷർ ചെയ്ത് കാണിക്കാം. 194 വോൾട്ട് ഉണ്ട്. നമ്മുടെ TV റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.